6.2 സെൻറ്റ് സ്ഥലത്ത് 2070 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്. വീട് വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്, വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ പൂക്കാട്ടുപടിയിലാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 400 മീറ്റർ മാത്രമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. 2 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഒരു വീടിൻ്റെ പണി പൂർത്തിയായിട്ടുള്ള, ആ കാണുന്ന ഒരു വീടാണ് ഒരു വീട്, അതിൻ്റെ പണി പൂർത്തിയായിട്ടുള്ള. ഈ വീടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഒരു 10% വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. വീട് വരുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഈ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കോർണറിലാണ് ഈ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിന് നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ എലവേഷൻ്റെ ഭംഗി വരുന്നുണ്ട്. ഇത് ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത്. ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം വലിയ ടെക്സ്ചർ വർക്കുകൾ, സിമെൻറ്റ് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ടു ഫ്ലോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. UPVC വിൻഡോയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാം. ഫ്രണ്ട് ഏരിയയിൽ വന്നാൽ നമുക്കറിയാൻ പറ്റും. ഫ്രണ്ട് ഏരിയയിൽ ഒരു ടെക്സ്ചർ വർക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ബാൽക്കണിയാണ്. ബാൽക്കണിക്ക് മുകളിലായിട്ട് ലോവർ ഡിസൈൻ പാറ്റേൺ സ്ക്വയർ ട്യൂബിൽ സ്റ്റീലും ഗ്ലാസ് ഉപയോഗിച്ചുള്ള ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാവുന്ന വലിയൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാർ പോർച്ചാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന മതിൽ ഇതാണ്. മനോഹരമായിട്ടുള്ള മതിൽ തന്നെയാണ്. ആ വീടിൻ്റെ എലവേഷനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള മതിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് LED ലൈറ്റുകളാണ്. ഇവിടെ വരുന്നത് ടെക്സ്ചർ വർക്കുകളാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അവിടുത്തെ വർക്കുകൾ തീർന്നിട്ടില്ല. അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സ്പേസാണ് ഇത്. അപ്പോൾ രണ്ടാമത്തെ വീട് വരുന്നത് ആ സൈഡിലാണ്. ഏകദേശം ഇതേ വിലയൊക്കെ തന്നെയാണ് ആ വീടിൻ്റെ. പക്ഷേ അതിൻ്റെ വില ഫിക്സ് ആയിട്ടില്ല, വർക്ക് തീർന്നിട്ടില്ല. അതുകൊണ്ട് വില ഫിക്സ് ആയിട്ടില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. വീടിൻ്റെയൊക്കെ കയറുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് ഗേറ്റ്. ഒരു ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ചെറിയൊരു ഗേറ്റ്, പെഡസ്റ്റൽ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് വീടിൻ്റെ മുറ്റത്തേക്കാണ്. കോബിൾ സ്റ്റോൺസ് ആണ് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. വലിയ SUV വാഹനം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാർ പോർച്ചിൽ മനോഹരമായിട്ടുള്ള ഒരു ജനൽ മോഡേൺ ഡിസൈനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കാർ പോർച്ചിന് ചുറ്റും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് എലവേഷനിലേക്ക് ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. 2-3 വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തും പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈ ഭാഗത്തും നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്പേസിലെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. വീടിൻ്റെ പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ധാരാളം സ്പേസ് അവൈലബിൾ ആവുന്നുണ്ട്. 6.2 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വന്നിരിക്കുന്നത്. ഇവിടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസാണ്. ഇവിടെയാണ് വർക്ക് ഏരിയ. നമുക്ക് വർക്ക് ഏരിയ കണ്ടിട്ട് അകത്തേക്ക് പോകാം. ഇത് വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വലിയൊരു സ്പേസ് തന്നെ വർക്ക് ഏരിയയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ സിങ്കും ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറകിലുള്ള സ്പേസാണിത്. അത്യാവശ്യം സ്പേസ് ഇവിടെയും ലഭ്യമാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് സൈഡിലേക്കാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് വടക്കേ മൂലയാണ്. ഇത് കിഴക്ക് ഭാഗമാണ്, ഇത് കിഴക്ക് ഭാഗമാണ്, ഇത് വടക്ക് ഭാഗമാണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് കിണർ വരുന്നത്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. അതുപോലെ തന്നെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. ഇനി വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചെറിയൊരു സ്റ്റെപ്പ്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 2 പാളി ജനലുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനും ഷൂറാക്കുകളുമായിട്ട് ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോറ്. വലിയ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത്. നല്ലൊരു മെയിൻ ഡോർ. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. വീടിൻ്റെ വർക്കുകൾ തീർന്നിട്ടില്ല. ഇനി അപ്പോക്സി വർക്കുകൾ തീരാണ്ട് ക്ലീനിങ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ വലിയ വിൻഡോ, നമ്മൾ പുറത്തുനിന്ന് കണ്ട വിൻഡോയാണ്. ഇത് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോയാണ്. താഴത്തെ ഗ്ലാസ് ഫിക്സഡ് ആണ്. ഈ സ്പേസ് എല്ലാം ഓപ്പൺ ചെയ്യാവുന്ന സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ അഴികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ
TV വെക്കാനുള്ള സ്പേസാണ്. ഇവിടെ ചാർക്കോൾ പാനലിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. താഴെ സ്റ്റോറേജ് സ്പേസ്. കൂടാതെ ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഷാൻഡിയർ നമുക്കിവിടെ കാണാം. ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നത് വീടിൻ്റെ ഉള്ളിലുള്ള ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് പുറത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. നല്ലൊരു മനോഹരമായിട്ടുള്ള സെറയുടെ വാഷ് ബേസിൻ. ഇവിടെ ഒരു മിറർ LED മിററാണ്. ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടവൽ റാഡ്, താഴെ വാനിറ്റി കൗണ്ടറൊക്കെ ആയിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ആ ഡിസൈൻ വർക്ക് കാണാം. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണിലേക്കുള്ള സ്പേസാണ്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് താഴെയും മുകളിലുമൊക്കെ ആയിട്ട് ക്രോക്കറി ഷെൽഫ് പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഏരിയ വരുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കി ഡ്രൈവാണ് വരുന്നത്. LED ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ്. കിച്ചണിന് കൂടെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. പുറത്ത് അതിലും വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് കളറിലാണ് ഇവിടെ ഇതിൻ്റെ ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഫുൾ ബോഡി ടൈലാണ്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഒരു ടാപ്പ് കൂടെ കൊടുത്തിരിക്കുന്നു. കിച്ചൺ വിൻഡോ, ഇവിടെ 2 വിൻഡോ, പിന്നെ ഇത് എലീക്ക എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർക്ക് ഏരിയ സ്പേസ് അവൈലബിൾ ആണ്. അത് ഇവിടെയാണ് വരുന്നത്. ക്ലീനിങ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വൈറ്റ് കളറിലുള്ള കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. വലിയ നമ്മൾ ഒരു വർക്ക് സ്പേസ് കണ്ടിരുന്നു പുറത്ത്. നമ്മൾ ഇവിടെയാണ് കണ്ടത്. ആ വർക്കിംഗ് സ്പേസ് ഇതാണ്. നേരത്തെ കണ്ട സ്പേസാണ്. വലിയൊരു ഏരിയ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ബെഡ്റൂമുകൾ ഒന്ന് നോക്കാം. താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡോർ ഇതാണ്. വുഡൻ ഡോർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ഏരിയ തന്നെയാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫ്രണ്ടിലെ ഒരു ഏരിയയിൽ വന്ന് ആ ജനലാണ്. അതുപോലെ തന്നെ 2 ജനലുകൾ ഈ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു. 3 പാളികളുള്ള വാർഡ്രോബാണ്. മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കീഴിക ഷെൽഫുകൾ, ഇവിടെ സ്റ്റോറേജ് സ്പേസും നല്ല ഒരു സെമി റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഇവിടെ വൈറ്റ് കളറിലാണ് ടൈല്. ക്ലോസറ്റ് വരുന്നുണ്ട്. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുമാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്താണ് ഷവറിൻ്റെ ഏരിയ. സെറയുടെ ഒരു വാഷ് ബേസിനും മിററും ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. താഴത്തെ 2 ബെഡ്റൂമുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഈ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെ വരുന്നുണ്ട്. 2 വശത്തും ജനലുകളാണ് വരുന്നത്. ഇവിടെ ഒരു 2 പാളി ജനൽ, ഇവിടെ വാർഡ്രോബ്. നേരത്തെ കണ്ട വാർഡ്രോബ് പോലെ തന്നെയുള്ള 3 പാളികളുടെ വാർഡ്രോബ്. ഡ്രസ്സിങ് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നു. ചെറിയ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂമിൻ്റെ ഏരിയ. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിൽ തന്നെയാണ്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ് കയറി വരുമ്പോൾ ഒരു വാഷ് ബേസിൻ ഏരിയയും സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ എല്ലാ വിശേഷങ്ങളും. ഇനി മുകളിലേക്ക് പോകുമ്പോൾ വുഡൻ ഹാൻഡ് റെയിലുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് കാരണം നോക്കിയാൽ അറിയാം. ഇങ്ങനെ മുകളിലേക്ക് ഗ്ലാസ് ഇട്ടിട്ടുള്ള പോർഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. റൈസറായി ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അപ്പർ ലിവിങ് ഏരിയ വലിയൊരു സ്പേസ് തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയയ്ക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. വലിയ ടൈലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു TV യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഏരിയ. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നീളത്തിൽ തന്നെ ഒരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൾ ഹാങ്ങിങ് മറ്റേ ഷാൻഡിയറും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നത്. ഇവിടെ
ഇതാണ് മുകളിലത്തെ നിലയുള്ള ആദ്യത്തെ ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി പോലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ നമുക്ക് തുറക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ തുറക്കാവുന്നതാണ്. ഇവിടെ 2 ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല വലിയ ബാത്റൂം കൊടുത്തിരിക്കുന്നു. വൈറ്റ് കളറാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ക്ലോസറ്റ്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഷവർ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ ബെഡ്റൂം. നോക്കിയാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ളതാണ്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ജനലാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് വാർഡ്രോബും ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര സ്പേഷ്യസ് അല്ല ഈ ബാത്റൂം, എങ്കിൽ പോലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും കൂടി നമുക്ക് കാണാനുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ നടപ്പിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഈ അപ്പോക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ്, വുഡൻ ടൈലുകളുടെ ഡിസൈൻ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ആണ്. ഈ ഏരിയ ഫുള്ളി കവേർഡാണ്. അപ്പോൾ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെയാണ് ബാൽക്കണി. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. അത് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാൽക്കണി തന്നെയാണ്. ഒരു 3-4 പേർക്ക് ഇരിക്കാവുന്ന നല്ലൊരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 6.2 സെൻറ്റ് സ്ഥലത്ത് 2070 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നല്ലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3 വാഹനങ്ങൾ മിനിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന റോഡുകൾ വലിയ VMBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡുകളുമാണ്. ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വീട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷനും. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. നല്ല ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ. മനോഹരമായിട്ടുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്ന വില ചോദിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.